ഗൈസ് അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ പെരേക്ക് വന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മാനെ വന്ന് കണ്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ലെന്നേ. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫോട്ടോ എടുക്കൽ ഉണ്ടാക്കിയത് ഞാനാണ്. സത്യം പറഞ്ഞാൽ അൻഷിപ്പൂനിക്കലെ കുഞ്ഞോളെ പോലെ ഫോട്ടോ എടുക്കാനാണ് ഞാൻ പോയത്. പക്ഷേ അതേപോലെ കിട്ടിയില്ല. അതിൻ്റെ വിഷമം എൻ്റെ മുഖത്ത് നല്ല ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം പൊട്ടിച്ചിരിച്ചു. എന്തിനാണെന്നൊന്നും അറിയില്ല. എന്നിട്ട് പിന്നെ തിരിച്ച് പോകാനായപ്പോഴത്തേന് എൻ്റെ അല്ലുമോൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ലുമോനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഓൻ വണ്ടി ഇറങ്ങിയപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട്. പിന്നെ ഈ ഡ്രസ്സുമത്തെ ടാഗ് ഉണ്ടല്ലോ അത് പൊട്ടിച്ചെടുത്തപ്പോൾ ഓൻ്റെ ദേഷ്യം അങ്ങോട്ട് മാറി. എന്തായാലും കുട്ടികളെ സോപ്പിടാനുള്ള ഓരോ മാർഗ്ഗങ്ങളേ. എന്നിട്ട് പിന്നെ പഴം തിന്നുന്നതിനിടയിൽ ഇവളെ തീറ്റ കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറങ്ങണ്ട് നിറഞ്ഞു ട്ടാ. 1/2 കിലോ പഴമുള്ളതിൽ ഫുള്ളും ഓളന്നെ തിന്നത്. കുറച്ചാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നി കുറച്ച് ചോറ് തിന്നാന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ചോറ് തിന്നാലോ എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചോറ് തിന്നണം. പക്ഷെ ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നുന്നത് സ്നേഹം കൊണ്ടല്ല ട്ടാ. പാത്രം മോറിയേക്കാനുള്ള മടിയുണ്ട്. ഇതാകുമ്പോൾ പകുതി ഞാനും പകുതി ഓളും മോറിയാൽ മതിയല്ലോ. പിന്നെ ഒരു പാത്രം കഴുകണ സമയം നമുക്ക് ലാഭിക്കാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ദുവമോളെ എൻട്രി ഉണ്ടായിരുന്നു ട്ടോ. ഓ ഇവളെയാണ് ഞങ്ങൾ ഇത്രയും നേരം കാത്തുന്നത്. ഇവളങ്ങോട്ട് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴയത്ത് ഈ റൂമിൽ ഓളിയും കെട്ടിപ്പിടിച്ചിരിക്കാൻ എന്ത് സുഖാന്ന് അറിയോ. അതിൻ്റെ ഇടയിൽ ഓളിൻ്റെ കൈയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. പെണ്ണിനിപ്പോൾ നല്ല വിശപ്പൊക്കെ തുടങ്ങിയിരിക്കണേ. പിന്നെ 10 ആളെ കുറ്റം പറഞ്ഞു. ഈ കുറ്റം പറച്ചിലും കൂടി ആകുമ്പോഴാണ് പെരേക്കുള്ള വരവ് പൂർണ്ണമാവുള്ളൂ ട്ടാ. അല്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇതിൻ്റെ ഇടയിൽ ദോമോളെ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും എനിക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സീ.